നമസ്കാരം, ഇലക്ട്രോണിക് മലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ അൺബോക്സിങ് വീഡിയോയ്ക്ക് ഒരു ചെറിയൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി സന്തോഷമുള്ളൊരു വീഡിയോ ആണ്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി മേ ബി തംബ്നെയിലിൽ നിന്നും അതുപോലെ തന്നെ ടൈറ്റിലിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇതിനകത്ത് ഉള്ള ഐറ്റം എന്നുള്ളത്. ഇതൊരു ഓസിലോസ്കോപ്പാണ്. DSO-130 എന്ന് പറയുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഓസിലോസ്കോപ്പാണ്. ഒരു HDMI മൈക്രോ കൺട്രോളർ വെച്ചിട്ട് ഒരു ഹോബി ലെവൽ എന്ന് പറയാവുന്ന ഒരു ഓസിലോസ്കോപ്പ്. പക്ഷേ പേഴ്സണലി എന്നെ സംബന്ധിച്ചുള്ള ഇത് വളരെ ഒരു ഹാപ്പി ആയിട്ടൊരു മൊമെൻ്റാണ്. ബിക്കോസ് ഞാൻ ഒരുപാട് തരത്തിലുള്ള സ്കോപ്പുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. റോഡൻ ഷോട്ട്സ് മുതൽ ടെക്ട്രോണിക്സ്, കീസൈറ്റ്, ഫ്ലൂക്ക് എന്ന് വേണ്ട ലക്ഷങ്ങൾ വിലയുള്ള 10-30 ലക്ഷം രൂപ വിലയുള്ളത് മുതൽ 10,000 വിലയുള്ളവരെ അങ്ങനെ പല റേഞ്ചിലുള്ള ഓസിലോസ്കോപ്പ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എൻ്റെ ഓഫീസിലെ പല പല ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട്. പക്ഷേ പേഴ്സണലി എനിക്ക് സ്വന്തമായിട്ട് ഇന്നേ നാൾ വരെയായിട്ട് എനിക്കൊരു ഓസിലോസ്കോപ്പ് ഉണ്ടായിരുന്നില്ല. കാരണം അഫോർഡബിൾ അല്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് എന്തെങ്കിലും ഓസിലോസ്കോപ്പ് വേണ്ടുന്ന വർക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് ഓഫീസിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ എൻ്റെ ഫ്രീ ടൈമിൽ ഞാൻ ചെക്ക് ചെയ്തിട്ട് തിരിച്ച് എൻ്റെ റൂമിൽ കൊണ്ടുവന്ന് ബാക്കി ഫർദർ പ്രൊസീഡിങ് ചെയ്യാണ് പതിവ്. അപ്പോൾ അതിനൊക്കെ ഒരു എൻഡ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാനൊരു ഹോബി ലെവൽ സ്കോപ്പാണെങ്കിൽ കൂടി ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചൊരു ഓസിലോസ്കോപ്പാണിത്. സോ എന്നെ സംബന്ധിച്ചോളം വളരെ ഹാപ്പിയാണ് ഈ ഒരു പാഴ്സൽ വന്നപ്പം. അപ്പം ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് സ്കോപ്പ് മാത്രമല്ല കുറച്ച് എക്സ്ട്രാ ഐറ്റംസുകളുണ്ട്. അപ്പോൾ ഞാൻ ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് 1 by 1 നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഓക്കെ. അപ്പോൾ നമുക്ക് പെട്ടി തുറക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ ബില്ല് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്ര ഐറ്റംസാണ് കേട്ടോ ഈ ലിസ്റ്റിനകത്തുള്ളത്. അതിൽ നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ DSO-138 1347 രൂപയാണ് ടാക്സ് ഇല്ലാതെ വന്നിരിക്കുന്നത്. പക്ഷേ 1500 രൂപയാണ് വിത്ത് ടാക്സോട് കൂടിയ റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ജമ്പർ കണക്ടർ ഉണ്ട്. മെയിൽ ടു ഫീമെയിൽ അതുപോലെ മെയിൽ ടു മെയിൽ. കുറച്ച് ജമ്പർ കണക്ഷൻ നമുക്ക് PCB നമ്മുടെ ബ്രെഡ് ബോർഡിൽ കുറച്ച് കണക്ഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യം വരുന്ന കുറച്ച് കണക്ഷൻസ് നമ്മൾ എക്സ്ട്രാ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം ഷിപ്പിംഗ് ചാർജ് കൊടുക്കണം. അപ്പോൾ എന്തായാലും ഇത് മേടിച്ചപ്പോൾ കൂടുതൽ ഞാൻ അതുകൂടെ വാങ്ങിച്ചു എന്ന് മാത്രം. അപ്പം ഇതിനകത്ത് ഈ പറയുന്ന ഐറ്റംസ് നമുക്ക് എനിക്ക് ആ ഷിപ്പിംഗ് ചാർജ് ഒഴിവാക്കാൻ വേണ്ടി മാത്രം ഞാൻ വാങ്ങിച്ചതാണ്. മെയിൻ ഐറ്റം നമ്മുടെ ബോക്സ് തുറന്നിട്ട് നമുക്കിപ്പം ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ചെക്ക് ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഒരു ചെറിയൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊരു ഇത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. ഒരു പ്ലാസ്റ്റിക് ബാഗിലാണ്, മറ്റ് പ്രൊട്ടക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു പാക്കറ്റിൽ അങ്ങനെ വന്നിരിക്കണം. അത് റെഡിമെയ്ഡ് ആണല്ലോ, സ്കിമാറ്റിക് ഉൾപ്പെടെ അതിനകത്തുണ്ടെന്നാണ് കാണുമ്പോൾ തോന്നുന്നത്. ഇതൊക്കെ എന്ന് വെച്ചാൽ ചൈനയിൽ നിന്ന് വന്നിട്ട് അങ്ങനെ പാക്ക് ചെയ്തൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രൊട്ടക്ഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിക്കരുത്. ഇതാണ് നമ്മുടെ ജമ്പർ കേബിളുകൾ. നമുക്ക് ബ്രെഡ് ബോർഡ് എക്സ്പീരിയൻസിന് വേണ്ടി ഒരുപാട് ആവശ്യം വരുന്ന സാധനമാണ് ഈ ജമ്പർ കേബിൾ എന്ന് പറയുന്നത്. ഇത് പല ടൈപ്പ് മെയിൽ ടു ഫീമെയിൽ ഉണ്ട്. ഇത് മെയിൽ ടു മെയിൽ, അതുപോലെ തന്നെ ഫീമെയിൽ ടു ഫീമെയിൽ. ഇതൊരു പാക്കറ്റായിട്ടാണ് വരുന്നത്. ഒരു പാക്ക് എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ ചെറിയ തുകയായിട്ടുള്ളൂ. 20 രൂപ 30 രൂപ ഒക്കെ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. കാരണം ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് ചിലവ് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വൺ സൈഡ് കട്ട് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ വൺ സൈഡ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ബോർഡിൽ നിന്ന് എടുത്തിട്ട് മറ്റേ സൈഡ് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വയർ സോൾഡർ ചെയ്യാനൊക്കെ വരുമ്പോൾ മറ്റേ സൈഡ് ഞാൻ ഒന്നും നോക്കാതെ കട്ട് ചെയ്യും. അപ്പം എൻ്റെ ഒരുപാട് ഉണ്ടായിരുന്നതാണ് ഈ സംഭവം. പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ഒരു മേ ബി 10 to 15 നമ്പേഴ്സ് മാത്രമേ എൻ്റെ ഇപ്പം ഉണ്ടാവുള്ളൂ. പല ടൈപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്താൽ പോലും ഈ കട്ടിങ് നമുക്കല്ല ഈ സംഭവം ഉപയോഗിച്ചുള്ള എല്ലാവർക്കും തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പം നമുക്ക് ഈ ഒരു ഐറ്റം ഇതിനെപ്പറ്റി ഒരുപാട് ഡിസ്ക്രിപ്ഷൻ ആവശ്യമില്ല, എന്നാൽ പോലും എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, വളരെയധികം യൂസ്ഫുൾ ആണ് കേട്ടോ. ഇത് ഇങ്ങനെ വാങ്ങിച്ച് വെച്ചാൽ പോലും നമുക്ക് 2 എൻഡ് കട്ട് ചെയ്തിട്ട് വയർ വേണമെങ്കിൽ വയറിൻ്റെ ആവശ്യങ്ങൾക്കായിട്ടും ഈ സാധനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വലിയ ക്വാളിറ്റിയുള്ള സംഭവമൊന്നുമല്ല, പക്ഷേ ഇങ്ങനെ ഒരുപാട് യൂസ് ഉണ്ട് ഈ സാധനത്തിന്. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നിൽക്കുന്നില്ല, കാരണം സിമ്പിളായിട്ടുള്ള സാധനമാണ്. പക്ഷേ എന്നാലും ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള സംഭവമാണ്. നമ്മുടെ മെയിൻ ഐറ്റത്തിലേക്ക് വരാം, നമ്മുടെ ഓസിലോസ്കോപ്പ്. അപ്പോൾ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് വരാവേ. അപ്പോൾ എൻ്റെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹം ഇവിടെ സാധിച്ചിരിക്കുകയാണ്. എൻ്റെ സ്വന്തം DSO-130 ഓസിലോസ്കോപ്പാണ്. എനിക്ക് വളരെ ഹാപ്പിയാണ്, കാരണം വളരെ വില കുറഞ്ഞൊരു സ്കോപ്പാണെങ്കിൽ കൂടിയും എനിക്ക് വളരെ ഹാപ്പിയാണ് കേട്ടോ. ഞാൻ വളരെ ഹാപ്പിയാണ്. ഇതിൻ്റെ സോൾഡറിങ് ക്വാളിറ്റി ഒക്കെ നോക്കിയാലും തരക്കേടില്ലാത്ത ക്വാളിറ്റിയാണ്. കുറച്ച് ഫ്ലെക്സൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നത് കാണാം. സോ ഒരുപാട് ഹൈ ക്വാളിറ്റി ഒന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്, കാരണം 1300 രൂപയ്ക്ക് ഒരുപാട് ഹൈ ക്വാളിറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ സോൾഡറിങ് ഒക്കെ അത്യാവശ്യം ഡീസൻ്റ് ആണ്. സോൾഡറിങ് ഫ്ലെക്സൊക്കെ പലയിടത്ത് ഇരിക്കുന്നത് ഒഴിവാക്കി നിർത്തിയാൽ സോൾഡറിങ് ക്വാളിറ്റി ഒക്കെ ഡീസൻ്റ് ആണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് അസംബിൾ ചെയ്തും അതുപോലെ സ്പെയർ കിറ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ബെയർ കിറ്റായിട്ട് കിറ്റ് മേടിച്ച് നിങ്ങൾക്ക് തന്നെ അസംബിൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇച്ചിരി വില കുറഞ്ഞ് നിങ്ങൾക്ക് ഇത് മേടിക്കാൻ കിട്ടും. പ്രോബ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ക്രോക്കഡൈൽ ടു BNC കേബിളാണ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നോർമൽ ആപ്ലിക്കേഷൻസിനൊക്കെ ഇത് മതിയാവും. പക്ഷേ ഞാൻ എന്തായാലും ഒരു പ്രോബും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് നിലവിൽ നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു പ്രോബും കൂടെ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോൾ നമുക്കത് കാണിച്ചു തരാം.
ഒരു USB പോർട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഒരു സ്നാപ്ഷോട്ട് എടുക്കാൻ, സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും പോലത്തെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്കത് ഡേറ്റ കളക്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഈ USB പോർട്ട് ആവശ്യം വരും. DC സപ്ലൈ ആണ്, 9 വോൾട്ട് കൊടുക്കാം. അതുപോലെ ബാറ്ററിയും കൊടുക്കാം. നമുക്ക് ബാറ്ററി കൊടുത്തിട്ട് നമുക്ക് വഴിയെ നമുക്ക് ചെക്ക് ചെയ്യാം. ഞാനിത് ഒരു പോർട്ടബിൾ ബാറ്ററിയൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കവറും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതും പുറകെ വരും. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് കൂടി ഞാനത് കാണിച്ചു തരാം. ഇത് അതിൻ്റെ ഒരു എന്താ പറയുക, സ്കീമാറ്റിക് അല്ല, അതിൻ്റെ BOM ആണെന്ന് തോന്നുന്നു. BOM പോലത്തെ തോന്നുന്നു കുറച്ച്. അതെ, BOM അതിൻ്റെ പ്ലേസ്മെൻറ്റ് ഡയഗ്രമാണ്. അസംബ്ലി ടോപ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കിൽ സ്ക്രീനും അതുപോലെ BOM എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല. എന്തായാലും കുറച്ച് കമ്പോണൻസിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെയുള്ള മറ്റ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്, അടുത്തത് വന്നിരിക്കുന്നത് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് നമുക്കതിൻ്റെ അറ്റാച്ച്മെൻറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ അസംബിൾ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇത് കിറ്റായിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ ആ കിറ്റ് വാങ്ങി അസംബിൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗൈഡ് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അതിൻ്റെ ഓപ്പറേഷൻ മാനുവൽ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ മാനുവൽ. അതിൻ്റെ കൂടെ സ്കീമാറ്റിക്കും ഉണ്ട് കേട്ടോ. അത് വളരെ ഹെൽപ്ഫുള്ളാണ്. ബിക്കോസ് ഇതൊരു STM32ൻ്റെ ഒരു ആപ്ലിക്കേഷൻ ബോർഡ് പോലെ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് ബോർഡ് പോലെയും നമുക്കിത് യൂസ് ചെയ്യാം. നമുക്കിത് റീപർപ്പസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് അറിയുന്ന ആളാണെന്ന് നമുക്ക് ഇതിനെ റീപർപ്പസ് ചെയ്ത് മറ്റ് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ഒരു ക്വിക്ക് വീഡിയോ ആയിരുന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ ഫ്യൂച്ചർ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് ഈ സ്കോപ്പ് യൂസ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.